സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികൾ ഓരോന്നും ഫലപ്രദമായി നടപ്പിലാക്കേണ്ടുന്ന പ്രായോഗിക മേഖലയിലുള്ള യത്നം പൂർത്തിയാക്കിയത് അല്ലെങ്കിൽ ആ രംഗത്ത് സജീവമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഉദാഹരണത്തിന് ലോകം അറിയുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു പ്രവർത്തനം കഴിഞ്ഞ നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൻ്റെ ഭാഗമായി നവകേരള പിറവി എന്ന രീതിയിൽ ചൂണ്ടിക്കാണിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ പ്രശ്നം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു 5 കൊല്ലം കൊണ്ടോ 4 കൊല്ലം കൊണ്ടോ പൂർത്തിയാക്കപ്പെട്ട ഒന്നല്ല. കേരളത്തിൽ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള സാമൂഹ്യ വികസന പ്രക്രിയയിലുള്ള ഇടപെടലിൽ അത് മെല്ലെ മെല്ലെ എത്തിച്ചേർന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു അവസ്ഥയിലാണ് നീതി ആയോഗിൻ്റെ കണക്കനുസരിച്ച് 20%, 25%, 30%, 35% വരെ ഇന്ത്യയിലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യരുടെ എണ്ണം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്, ഞങ്ങളാരും ചൂണ്ടിക്കാണിച്ചില്ല, അതിദാരിദ്ര്യരുടെ എണ്ണം ചൂണ്ടിക്കാണിക്കുന്നതും അതിൻ്റെ സർവേ തയ്യാറാക്കുന്നതും ഒക്കെ അവർ തന്നെയാണ്, നീതി ആയോഗാണ്. ആ കണക്കിലാണ് കേരളം 0.7% അതിദാരിദ്ര്യം എന്ന് കണ്ടെത്തിയത്. അപ്പോൾ 0.7% അതിദാരിദ്ര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് പിണറായി ഗവൺമെൻറ്റിൻ്റെ 2-ാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന അജണ്ട വെക്കുന്നത്. അത് 20% അതിദാരിദ്ര്യം കേരളത്തിലുണ്ടെങ്കിൽ ആ അജണ്ട വെക്കില്ല, അടുത്ത കാലത്തൊന്നും വെക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളം ഒഴിച്ച് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിനാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കാനുള്ള അജണ്ട അടുത്ത കാലത്തൊന്നും വെക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്, സാധിക്കില്ല. കാരണം കോടാനുകോടി മനുഷ്യർ അതിദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി കിടക്കുമ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത് മുദ്രാവാക്യം വെക്കാമെന്നല്ലാതെ പ്രാവർത്തികമാക്കാനാവില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ അതിദാരിദ്ര്യ അനുഭവിക്കുന്നവരാണുള്ളത് എന്ന കണക്കനുസരിച്ച്, പട്ടിണിക്കാരാണുള്ളത് എന്ന കണക്കനുസരിച്ച് 0.7% കൃത്യമായിട്ട് കണ്ടെത്താൻ തീരുമാനിച്ചു. അതാണ് ആദ്യത്തെ യോഗത്തിൻ്റെ 1-ാമത്തെ തീരുമാനം. എന്നിട്ട് ഇതങ്ങനെ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പരിഹരിക്കാം എന്ന കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ സർവേ നടന്നു. ആ സർവേയിലാണ് 64,006 കുടുംബമുണ്ട് എന്ന് മനസ്സിലായത്. 1,03,099 പേരുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്പർ കിട്ടി. ആ അതിദാരിദ്ര്യമുള്ള ഈ ജനവിഭാഗത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. അതാണ് ഗവൺമെൻറ് 4.5 കൊല്ലക്കാലം ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നവംബർ 1-ാം തീയതി 2025 നമുക്ക് അതിദാരിദ്ര്യമുക്തമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. ലോകത്ത് തന്നെ അപൂർവ സംഭവമാണ്. ജനകീയ ചൈന കഴിഞ്ഞാൽ പിന്നെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന നാട് കേരളമാണ്. മുതലാളിത്ത സമൂഹത്തിന് ഒരിക്കലും സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയുടെ അടിസ്ഥാനം തന്നെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയാണ്. അപ്പോൾ അവിടെ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന അജണ്ടയില്ല മുതലാളിത്ത സമൂഹത്തിന്. അപ്പോൾ കേരളം ഒരു പുതിയ മാതൃകയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ അർത്ഥം ദാരിദ്ര്യം പൂർണ്ണമായിട്ട് അവസാനിക്കുന്നല്ല, ദാരിദ്ര്യം ഇനിയും അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് 62 ലക്ഷം മനുഷ്യർക്ക് 1,600 രൂപ പോരാ, അത് 2,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെയും നിൽക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതും വർദ്ധിപ്പിക്കണം ഇനിയും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ നില ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് 2,500 3,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കാനാവും. ദാരിദ്ര്യം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് കേരളത്തെ നയിക്കാൻ നമുക്കാവണം. ഒരു 5, 10, 15 കൊല്ലം കഴിയുമ്പോഴേക്ക് ലോകത്തെ 10, 300, 400 വർഷക്കാലം വികസനം നേടി എന്ന് പറയുന്ന യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം.
ആ ഒരു വികസന തന്ത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഈ സർവേ നടത്തിയതും ഇതിൻ്റെ ഭാഗമായിട്ട് ആളെ കണ്ടെത്തിയതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോരുത്തരെയും എങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാമെന്ന് തീരുമാനിച്ചതും നടപ്പിലാക്കിയതും ഒക്കെ അവരാണ്. അപ്പോൾ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് ലോകത്തിന് തന്നെ മാതൃകയാവുന്ന വളരെ ഫലപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നേറിയിട്ടുള്ള ഒന്നാണ്.